സ്നേഹത്തിൻ്റെ കേന്ദ്രങ്ങളാകണം ആരാധനാലയങ്ങൾ. പള്ളികൾ പൊളിച്ച് പ്രതിഷ്ഠ നടത്തുന്ന ഇക്കാലത്ത് ഇങ്ങ് അബുദാബിയിൽ സ്നേഹത്തിൻ്റെ ഒരു മന്ദിരം പണിതീർന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. അടുത്ത ദിവസം അത് ആരാധകർക്ക് തുറന്നു കൊടുക്കും. അബുദാബിയിലെ ബാബ്സ് മന്ദിറിൽ നിന്നും MC നാസർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം. അതാണ് ഫെബ്രുവരി 14 ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഈ ക്ഷേത്രം. UAE 7 എമിറേറ്റുകളുണ്ട്. അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. This temple is the symbol of generosity of the rulers of UAE, the sincerity of the leader of India, and the spirituality of our spiritual leader Pramukh Swami and Mahant Swami. The temple has 7 spires that represents harmony of Hinduism, at the same time the unity of the UAE. പതിമൂന്ന് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നത്. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കൂടി കണക്കുകൂട്ടുമ്പോൾ മൊത്തം ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി എന്നത് 27 ഏക്കർ. ഈ സ്ഥലം അത്രയും അബുദാബി സർക്കാർ സൗജന്യമായി ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറിയതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പരമാവധി പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പാലിച്ചിരിക്കുന്നത് എന്നതാണ്. കരകൗശല വിദ്യയുടെ എല്ലാ സാധ്യതകളും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. It is made of pink sandstone from Rajasthan and marble coming from Italy. The marble and the stone is taken to small villages in Rajasthan where around 3,000 artisans are hand carving them since last 3 years. A unique number is given to each of the stone. They are dry fitted there and then in wooden planks they are shipped to UAE. Where the artisans here, what you see in front of us, they connect the stones just like a jigsaw puzzle, and by the weight of the top stone the entire structure stays. So the beauty or the uniqueness is we have not used any iron or ferrous material in this entire temple, just to maintain the purity of the temple. ലോക സമാധാനം, സഹവർത്തിത്വം, ഐക്യം, സമത്വം ഇവയെ കൂടിയാണ് ഈ ക്ഷേത്രം പ്രതീകവൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ രീതികളിൽ എല്ലാം സമന്വയിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നീക്കവും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പേർഷ്യൻ, ചൈനീസ്, മെസപ്പൊട്ടോമിയൻ സാംസ്കാരിക മുദ്രകൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയതും ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. പുരാണ കഥകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും. മഹാഭാരതവും രാമായണവും അയ്യപ്പചരിതവുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ഇതൾ വിരിയുകയാണ്. There is a full stories carved. So starting from the Valmiki writing Ramayana to the Ayodhya is carved. Ayodhya you can see the big palace, to the temple also you can see, and then the Ram's birth, Janki's birth from the earth. Once they grow up, of course there is Swayamvar, the wedding ceremony is there, and after that Love Kush, the Shabri, the whole stories is carved. So you can see here. See, when the young generation come, they don't know about the stories. So we kept, our Guruji told that we have to keep it at the eye level. So even the small children, they can see. So and mom can explain, okay, this is the story. So we can keep our culture, our history, the values intact with the future generations also. ഏഴ് മൂർത്തികളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിൽ അയ്യപ്പനും ഉൾപ്പെടുന്നുണ്ട്. സഹിഷ്ണുതയും സമാധാനവും അത് നൽകാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ആരാധനാലയങ്ങൾ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്.